ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ തന്നെ കർണാടകത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നു. അവിടെ കോൺഗ്രസ് നേതൃത്വം കൂറുമാറ്റം ഭയന്ന് MLA-മാരെയൊക്കെ ഹോട്ടലുകളിലേക്കും റിസോർട്ടുകളിലേക്കും മാറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹോട്ടലുകളിൽ നിന്ന് അവരെ നേരിട്ട് വിധാൻ സൗദയിലേക്ക് വോട്ടെടുപ്പിനായി കൊണ്ടുപോകുമെന്നാണ് DK ശിവകുമാർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ അവിടെ BJP അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള അംഗബലമാണുള്ളത്. പക്ഷേ രണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയ സാഹചര്യത്തിലാണ് ഒരു കൂറുമാറ്റത്തിൻ്റെ ഭയം കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അവരുടെ MLA-മാരെയൊക്കെ മാറ്റിയിരിക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കർണാടകയിലെ കോൺഗ്രസ് MLA-മാർ ഹോട്ടലുകളിൽ തുടരുന്നു. 4 സീറ്റുകളിലേക്കാണ് കർണാടകയിൽ മത്സരം നടക്കുന്നത്. ഇതിൽ 3 കോൺഗ്രസും 1 BJP-യും ജയിക്കാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ JDS അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെയാണ് കോൺഗ്രസ് MLA-മാരെ ക്രോസ് വോട്ട് ഭയന്ന് ഹോട്ടലുകളിലേക്ക് മാറ്റേണ്ടി വന്നത്. വിവരങ്ങളുമായി നിഖിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ, വലിയ ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിലേക്ക് വരികയാണ്. കാരണം അവർക്ക് അവിടെ അനായാസം 3 സീറ്റ് ജയിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ അപ്രതീക്ഷിതമായി JDS-ന്റെ സ്ഥാനാർത്ഥി കൂടി വന്നതോടെ ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭയം. എല്ലാ MLA-മാരും ഹോട്ടലുകളിൽ പുറംലോകവുമായി ബന്ധമില്ലാതെ കഴിയുകയാണോ ഇപ്പോൾ? എല്ലാവരെയും മാറ്റിയോ? തീർച്ചയായും മനു, കോൺഗ്രസിൻ്റെ 134 MLA-മാരാണ് കർണാടകയിലുള്ളത്. ഈ 134 പേരെയും ഹോട്ടലിലേക്ക് മാറ്റുകയും അവിടെ ഇപ്പോൾ മോക്ക് പോളിംഗ് ഉൾപ്പെടെ നടത്തി എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ഇന്ന് പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി അതേ ഹോട്ടലിൽ തന്നെ ചേരുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും രസമാണ് ഈ കോൺഗ്രസിൻ്റെ കാര്യം. കർണാടകയിലെ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പൊതുവേ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊന്നും ഇത്തരത്തിലുള്ള ഒരു ഭീതി ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ചും കോൺഗ്രസിനെ പോലൊരു ഒരു പാർട്ടിക്ക് നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ കൗതുകമാണ്. ഏതായാലും പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് അവരുടെ മുഖം രക്ഷിക്കാൻ അല്ലെങ്കിൽ മാനം കാക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്നത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരുപക്ഷെ മനു പറഞ്ഞതുപോലെ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരമൊരു റിസോർട്ടുകളിൽ അഭയം തേടേണ്ടി വന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇതിൻ്റെ അടിസ്ഥാനമായ കാര്യമെന്ന് പറയുന്നത്. 134 അംഗങ്ങളാണ് കോൺഗ്രസ്സിന് കർണാടക നിയമസഭയിലുള്ളത്. അവിടുത്തെ ഈ ഒരു പ്രാതിനിധ്യം അനുസരിച്ച് 4 സീറ്റുകളിലാണ് 4 രാജ്യസഭാ സീറ്റുകളാണ് കർണാടകയിൽ നിന്നുള്ളത്. സ്വാഭാവികമായും 4-ൽ 3 കോൺഗ്രസും ഒപ്പം 1 സീറ്റിൽ BJP-യും എന്നതാണ് സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. എന്നാൽ JDS അവിടെ അപ്രതീക്ഷിതമായി 5ാമതൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ആ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് MLA-മാർ വോട്ട് ചെയ്തേക്കുമോ എന്ന ഭയമാണ് ഇപ്പോൾ DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു നീക്കത്തിന് കോൺഗ്രസിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ വോട്ട്, അതായത് 4 പേരാണെങ്കിൽ 45 വീതം വോട്ടുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സാഹചര്യം മാറുന്നു. 5ാമതൊരാൾ വരുമ്പോൾ നിലവിൽ സാധ്യതയുള്ള വോട്ടുകളേക്കാൾ 5 വോട്ടുകൾ കൂടിയാണ് ഇനി ഈ JDS-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടത്. ആ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ MLA-മാരാണ്. കാരണം അവിടെയുള്ള 4 സ്വതന്ത്ര MLA-മാരുണ്ട്. ഈ 4 സ്വതന്ത്ര MLA-മാരും കോൺഗ്രസ്സിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അവർ എന്തായാലും കോൺഗ്രസ്സിനൊപ്പം നിൽക്കുമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അവിടെയാണ് മറ്റൊരു കൗതുകമുള്ളത്. സ്വന്തം പാർട്ടിയിലുള്ള ഈ 134-ൽ ആരെ വിശ്വസിക്കണമെന്നറിയില്ല. പക്ഷേ സ്വതന്ത്രരായ മറ്റ് 4 പേരെ അവരുടെ വോട്ട് കോൺഗ്രസ്സിന് അനുകൂലമായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ആ 5 വോട്ടുകൾ JDS-ന്റെ സ്ഥാനാർത്ഥിക്ക് പോകരുത്, അത് പോകുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ MLA-മാരെ ഹോട്ടലിലേക്ക് മാറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് കോൺഗ്രസ്സിന് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഈ വോട്ടെടുപ്പ് ഇന്ന് 9 മണിക്ക് ആരംഭിച്ച് 4 മണിക്ക് പൂർത്തിയാകുന്നു. 5 മണിക്ക് വോട്ടെണ്ണൽ നടക്കും. അതുവരെയും ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടത്. ഒപ്പം തന്നെ ഈ അജയ് മാക്കൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ തന്നെയാണ് അവിടെ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നവർ ഉള്ളത്. ഒപ്പം BJP-യുടെ നാരായൺ സാ ബണ്ടാഗയും ഒപ്പം തന്നെ ഞാനീ പറഞ്ഞതുപോലെ ഈ പ്രതിസന്ധികൾക്കെല്ലാം കാരണമായ JDS-ന്റെ സ്ഥാനാർത്ഥിയായി D. കുബേന്ദ്ര റെഡ്ഡിയുമാണ് വരുന്നത്. ഈ കുബേന്ദ്ര റെഡ്ഡിക്ക് 5 വോട്ടുകൾ, അതായത് നിലവിൽ ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടുകളേക്കാൾ കൂടുതൽ 5 വോട്ടുകൾ കൂടിയാണ് വേണ്ടത്. ആ 5 വോട്ടുകൾ കിട്ടുമെന്ന് JDS പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിൽ നിന്നാണ്. ഈ ആരോപണം ഒരുപക്ഷെ നേരത്തെ തന്നെ DK ശിവകുമാർ ഉന്നയിച്ചിരുന്നു. അതായത് കുമാരസ്വാമി വിഷയത്തിൽ
ഈ കോൺഗ്രസ് MLA-മാരെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തടയുക എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഹോട്ടലുകളിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ കർണാടകയിലും തീരുന്നില്ല കോൺഗ്രസിൻ്റെ ഈ ഗതികേട് എന്ന കാര്യം കൂടി ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു പോകണമെന്ന് കരുതുന്നു. കാരണം സമാനമായൊരു അവസ്ഥ ഇപ്പോൾ ഹരിയാനയിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ബി ജെ പിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി നേരത്തെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ഹർഷ മഹാജനാണ്. അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്ന് ഇപ്പോൾ BJP-യുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി വരികയാണ്. അദ്ദേഹം ഇപ്പോഴും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ നിയമസഭയിലുള്ള MLA-മാരെ എല്ലാം എനിക്ക് കൃത്യമായി അറിയാം, അവരുടെ പിന്തുണ എനിക്കാണ് എന്ന രീതിയിൽ ഈ ഹർഷ് മഹാജൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രസ്താവനകൾ വന്നു. അതോടുകൂടി അവിടെ ഇപ്പോൾ മനു അഭിഷേക് സിംഗിക്ക് വേണ്ടി വിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് MLA-മാർക്ക് വേണ്ടി വിപ്പ് പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിപ്പ് പുറപ്പെടുവിച്ചതോടുകൂടി സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയിൽ ഈ ബാലറ്റ് പേപ്പർ കൃത്യമായി ഒരു കോൺഗ്രസിൻ്റെ ഏജൻറ്റിനെ കാണിച്ച് മാത്രമേ അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കൂ. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ കോൺഗ്രസിനല്ലാതെ വോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഈ ഏജൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അത് അസാധുവാക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ സമാനമായ രീതി പലയിടങ്ങളിലും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ആ ഒരു അവസ്ഥ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ മാത്രമല്ല, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ മാത്രമല്ല, രാജ്യസഭയിലേക്കുള്ള മറ്റൊരു തലത്തിൽ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും തങ്ങളുടെ MLA-മാരെ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ഒരു ഗതികേടിലൂടെ കോൺഗ്രസ് കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ചും കർണാടകയിൽ DK ശിവകുമാറിന് ഈ റിസോർട്ട് രാഷ്ട്രീയത്തിൻ്റെ, ഹോട്ടൽ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ അനുഭവങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സാഹചര്യമുണ്ട് കർണാടകയിൽ. അപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ MLA-മാരെ മാറ്റേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിൽ. ഏതായാലും വൈകിട്ട് 5 മണിക്ക് ഈ വോട്ടെണ്ണൽ നടക്കുന്നത് വരെയും കോൺഗ്രസിന് കർണാടകയിൽ ഈ ഒരു ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇനി ഏതായാലും ഇന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന അതിൻ്റെ വിവരങ്ങളിലേക്ക് കൂടി വരികയാണെങ്കിൽ രാജ്യസഭയിലെ 56 സീറ്റുകളിലേക്കാണ് ഒഴിവുണ്ടായിരുന്നത്. അതിൽ 41 ഇടങ്ങളിലേക്ക് സോണിയാഗാന്ധിയും ഒപ്പം JP നദ്ദ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 15 രാജ്യസഭാ സീറ്റുകളിലേക്ക് കൂടിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ കർണാടകയിലെ 4 രാജ്യസഭാ സീറ്റുകൾ, ഒപ്പം ഉത്തർപ്രദേശിലെ 10 സീറ്റുകൾ, ഹിമാചൽ പ്രദേശിൽ 1 സീറ്റ്, ഇങ്ങനെ 15 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 9 മുതൽ 4 വരെയാണ് തെരഞ്ഞെടുപ്പ്. വൈകിട്ട് 5 മണിക്ക് വോട്ടെണ്ണൽ നടക്കും. BJP-യെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയിൽ അവരുടെ അംഗബലം ഉയർത്താനാവും എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. ശരി, വ്യക്തമാണ് കാര്യങ്ങൾ, വ്യക്തമാണ് നിഖിൽ. ഏതായാലും കോൺഗ്രസിന്റെ ഗതികേട് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം കർണാടകത്തിൽ അവർക്ക് മൃഗീയമായൊരു ഭൂരിപക്ഷമുള്ളൊരു സ്ഥലം കൂടിയാണ്. അവിടെ പോലും സ്വന്തം MLA-മാർ കൂടെ നിൽക്കുമെന്ന ഉറപ്പില്ലാത്ത ഒരു നേതൃത്വവും 10 പുത്തൻ കിട്ടിയാൽ അപ്പുറേ പോയി വോട്ട് ചെയ്യാൻ പോകുന്ന കുറേ MLA-മാരും ഇങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ടാണ് ഇവിടെ ഈ പാർട്ടി, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, BJP-ക്കെതിരെ ഏറ്റവും പ്രധാനമായും പോരാടുന്ന, മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ദയനീയവും പരിഹാസ്യവുമാണ് രാജ്യത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് കർണാടകയിലെ ഈ തെരഞ്ഞെടുപ്പ് കൂടി നമ്മളോട് കാണിച്ചു വയ്ക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളോട് പറയുകയാണ്.